വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. ചാപ്റ്റർ 5 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കെമിക്കൽ സേഫ്റ്റി ആണ്. എന്താണ് കെമിക്കൽ? കെമിക്കൽ എന്ന് വെച്ചാൽ രാസവസ്തുക്കളെ കൊണ്ടാണ് പ്രത്യേക കെമിക്കലായിട്ടുള്ള രാസവസ്തുക്കളെയാണ് കെമിക്കൽ. ഈ കെമിക്കൽ എന്ന് പറയുന്ന വളരെ അപകടകാരിയാണ്. കാരണം പെട്രോളും ഇതൊക്കെ ലിക്വിഡിൽ എന്താണ് പെട്രോളിയം പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീപിടുത്തം പൊട്ടിത്തെറിയതില്ല. പക്ഷെ കെമിക്കലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ഹെൽത്ത് എഫക്റ്റുകളും എൻവയോൺമെന്റൽ എഫക്റ്റുകളും സഹിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, അതുണ്ടാക്കുന്നതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മാറാനൊന്നും പറ്റില്ല. കെമിക്കൽ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം അതിൻ്റെ ഞാൻ എഴുതിയത് വായിക്കാം. Chemical hazard is a type of occupational hazard caused by exposure to chemicals in the workplace. Exposure to chemical in the workplace can cause acute or long-term detrimental health effect. There are many types of hazardous chemicals, including neurotoxin, immunogens, dermatologist agents, carcinogens, reproductive toxin, systemic toxin, asthma agent, pneumoconiosis agents, and sensitizers. These hazards can cause physical and or health risk. Depending on chemical, the hazards involved may be varied. Thus, it is important to know and apply the PPE especially during lab. Okay, അടുത്തത് long-term exposure to chemicals such as silica dust, engine exhaust, tobacco, smoke, and lead have been shown to increase risk of heart diseases, stroke, and high blood pressure. അപ്പോൾ നോക്കിയോളൂ, കെമിക്കൽ ഹസാർഡിൽ എന്താണ്? കെമിക്കൽ ഇസ് എ ടൈപ്പ് ഓഫ് എന്താണ് ഒക്യുപ്പേഷണൽ ഹസാർഡാണ്. ഏതാണ്? തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന അപകടമാണ്. കോസ്റ്റ് ബൈ എക്സ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അപകടകരമായ സാധനങ്ങൾ ശരീരവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നത്, മനുഷ്യ ശരീരവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നതിനെയാണ് എക്സ്പോസർ, അല്ലെങ്കിൽ അതിലേക്ക് ഉള്ള കോണ്ടാക്റ്റുള്ള സാഹചര്യം ഒരുങ്ങുന്നതിനെയാണ് എക്സ്പോസർ എന്ന് പറയുന്നത്. ടു കെമിക്കൽ ഇൻ ദ വർക്ക് പ്ലേസ്. എക്സ്പോസർ ടു കെമിക്കൽ ഇൻ ദ വർക്ക് പ്ലേസ് ക്യാൻ കോസ്. അപ്പം ഇങ്ങനെ ജോലിസ്ഥലത്ത് കെമിക്കലുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ, ശാരീരിക ബന്ധം വന്നു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ കോസ്, അതിനെന്ത് സൃഷ്ടിക്കാൻ കഴിയും? അക്യൂട്ട് ആൻഡ് ലോങ് ടേം ഡിട്രിമെന്റൽ ഹെൽത്ത് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യുന്ന, അക്യൂട്ടായിട്ടും തീവ്രമായിട്ടും, കോർണിക് എന്ന് വെച്ചാൽ കാർന്നു തിന്നുന്നതുമായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരാം. ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഹസാർഡസ് കെമിക്കൽ. ഈ കെമിക്കൽ എല്ലാം ഒരുപോലെയല്ല. അതുണ്ടാക്കുന്ന സ്വഭാവം അനുസരിച്ച്, അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അനുസരിച്ച് അതിനെ വീണ്ടും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ന്യൂറോടോക്സിൻ, ന്യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡിഞരമ്പുകളെ ബാധിക്കുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നത് ഇമ്മ്യൂൺ ഏജൻസ്. ഇമ്മ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, രോഗപ്രതിരോധ ശേഷിയാണ്. ഡെർമറ്റോളജിസ്റ്റ്, സ്കിന്നിനെ ബാധിക്കുന്ന. കാർസിനോജൻസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന. റീപ്രൊഡക്റ്റീവ് ടോക്സിൻസ്, നമ്മളെ ഉൽപാദനക്ഷമത നശിപ്പിക്കുന്നത്. സിസ്റ്റമിക് ടോക്സിൻസ്, അലർജികളൊക്കെ ഉണ്ടാക്കുന്നത്. ആസ്തമ ഏജന്റ്, ആസ്തമ സൃഷ്ടിക്കുന്ന. ന്യൂമോകോണോസിസ്, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ലെൻസിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന. സെൻറ്റിസൈസ്, അലർജി എന്ന് വെച്ചാൽ ചൊറിച്ചിലോ കാര്യങ്ങളുള്ള സ്കിൻ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ദീസ് ഹസാർഡ് ക്യാൻ കോസ് ഫിസിക്കൽ ഓർ ഹെൽത്ത് റിസ്ക്. ഇതിലെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ പറയുന്ന പോലെ തന്നെ തീപിടുത്തവും കാര്യങ്ങളും ആയിട്ടുള്ള ഫിസിക്കൽ പ്രശ്നം ഉണ്ടാക്കാം. അതേപോലെ തന്നെ മാരകമായ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാം. ഡിപ്പെൻഡിങ് ഓൺ കെമിക്കൽ, ദി ഹസാർഡ് ഇൻവോൾവ് മേ ബി വാരീഡ്. അപ്പം ആ കെമിക്കലിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പം എന്താണ്, അതിലെ അപകടത്തിന്റെ തീവ്രതയും മാറിക്കൊണ്ടിരിക്കും. Thus it is important to know and apply the PPE especially during lab work. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതിന് ഏതെല്ലാം ലാബിൽ ഏതെല്ലാം PPE ഉപയോഗിക്കണമെന്ന് പ്രത്യേകം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും.
അടുത്ത സ്ലൈഡ് നോക്കിയോ, ടൈപ്സ് ഓഫ് ഹസാർഡ്. ഏതെല്ലാം രീതികളാണ് കെമിക്കൽ? കെമിക്കൽ 3 രീതിയിലും അവൈലബിൾ ആണ്. ലിക്വിഡ് ആയിട്ടുണ്ട്, സോളിഡ് ആയിട്ടുണ്ട്, വേപ്പർ ആയിട്ടുണ്ട്, ഫ്ലെയിമബിൾ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അധികവും എന്താണ്, ലിക്വിഡ് ആണ് കൂടുതൽ അപകടകാരി. കാരണം അത് ലിക്വിഡ് സച്ച് ആസ് ആസിഡ്, സോൾവെന്റ്, സ്പെഷ്യലി ഇഫ് ദേ ഡോണ്ട് ഹാവ് ദി ലേബിൾ. അതിനെപ്പറ്റി പൂർണ്ണമായ വിവരം അതിൻ്റെ മുകളിൽ എഴുതിയിട്ടില്ലെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ, കാരണം എന്താ, ജനങ്ങൾ അറിയാതെ ഉപയോഗിക്കും, എന്നിട്ടത് പ്രശ്നമുണ്ടാകും. വേപ്പർ ആൻഡ് ഫ്യൂംസ്. ഇത് ഏതാണ് വേപ്പർ എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ വാതക രൂപത്തിലാണ് വേപ്പർ എന്ന് പറയുന്നത്. ഫ്യൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുള്ളിയതായിട്ട് എയറിൽ തള്ളി നിൽക്കുന്നതിന്. ഫ്ലെയിമബിൾ മെറ്റീരിയൽ, തീ പിടിക്കുന്ന വസ്തുക്കൾ. ഓക്കെ, കെമിക്കൽ ക്യാൻ ചേഞ്ച് their physical state depending on temperature or pressure. ഈ 3 അവസ്ഥയിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിലുണ്ട്. പക്ഷെ എന്താണ്, താപത്തിന്റെ പ്രസൻസിൽ ഇത് സ്റ്റേറ്റ് മാറും. സോളിഡ് നിന്ന് ലിക്വിഡും, ലിക്വിഡ് നിന്ന് ഗ്യാസും, ചിലപ്പോൾ എന്താണ്, ഗ്യാസ് നിന്ന് സോളിഡ്, ഇതിൽ നിന്നൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. Thus it is important to identify the health risk. അപ്പോൾ ഓരോന്നിൻ്റെയും ഹെൽത്ത് റിസ്ക് പ്രത്യേകം ഇൻഡസ്ട്രിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ എന്ത് ചെയ്യുന്നുള്ളൂ, കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ഹസാർഡ് pictographs are a type of labeling system that alerts people at a glance that there are hazardous chemical present. അപ്പം ഇങ്ങനെയുള്ള കെമിക്കൽ അവിടെ വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനാണ് ഏതാണ് കെമിക്കൽ ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ. അതിനെന്താണ്, ഓരോ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ എന്താണ്, കാർസിനോജൻ ആണ്, അല്ലെങ്കിൽ സെൻസിറ്റീവ്സ് ആണ്, അലർജറ്റിക് ആണ് എന്നുള്ള ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചിത്രം ഉപയോഗിച്ച്, സിമ്പൽ ഉപയോഗിച്ച് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഹസാർഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. അത് കൃത്യം അറിഞ്ഞിരിക്കണം, ഇന്നത് എങ്കിൽ മാത്രമേ അതെന്താണ്, അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലും അതിൻ്റെ എല്ലാത്തിനും ഏതാണ്, ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ പബ്ലിക് യൂസറിന് കൃത്യമായി വിവരണം തരുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ ചിത്രമായിട്ടും അതേപോലെ തന്നെ ലിജിബിൾ ആയിട്ടും അതിൻ്റെ മുകളിൽ അവൈലബിൾ ആയിരിക്കണം.
അടുത്ത സ്ലൈഡ് നോക്കൂ. സേഫ് യൂസ് ഓഫ് കെമിക്കൽ. ഇത് കെമിക്കലിന്റെ ഉപയോഗം വളരെ സുരക്ഷിതമായിരിക്കണം എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വലിയ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ പ്രോബ്ലം വരും, ഭൗതികമായ പ്രശ്നങ്ങൾ, തീപിടുത്തവും കാര്യവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലവും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും, എൻവയോൺമെന്റും സൃഷ്ടിക്കും. കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ആർ വൺ എന്നാണ് ONE എന്നുള്ള ഒരുമിച്ച് വായിക്കാം. വൺ ഓഫ് ദ മേജർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഓഫ് ദ വേൾഡ്, ഹാൻഡ്ലിംഗ് മില്യൺസ് ഓഫ് കെമിക്കൽ ഓഫ് വാരിയസ് അപ്ലിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഉള്ളത് എന്തിൻ്റെയാണ്? കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. കാരണം മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി മരുന്നായിട്ടും പെയിന്റ് ആയിട്ടും അങ്ങനെ ടെക്സ്റ്റൈലിന്റെ കളറിങ്ങും ഇതിനും അങ്ങനെ അനവധി രീതിയിൽ എന്തുണ്ട്? കെമിക്കൽ ഇൻഡസ്ട്രി. വേൾഡ് എത്രയുണ്ട്? അവർ പറയുന്നത് മേജർ പ്രൊഡക്ഷൻസ് ആണുള്ളത്. മില്യൺസ് ഓഫ് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ്. അപ്പോൾ എന്താണ്? ഡൊമസ്റ്റിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസിലുണ്ട്, കമേഴ്ഷ്യൽ ആയിട്ടുള്ളുണ്ട്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളുണ്ട്, അങ്ങനെ വിവിധ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്ന് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇതിന് കെമിസ്ട്രി എന്നല്ല പറഞ്ഞാൽ ആൽക്കെമി എന്നുള്ളതാണ് ഇതിന് ഓൾഡ് നെയിം. ആൽക്കെമി ഈസ് ദ ഓൾഡ് നെയിം ഗിവൺ ടു കെമിസ്ട്രി. കെമിസ്ട്രി എന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെറുപ്പത്തിലെ ബുക്ക് പഠിച്ചതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ സുവോളജി എന്നുള്ളതൊക്കെ. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. RTA. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ കെമിക്കലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മൂടി വെക്കാൻ പാടില്ല. കൃത്യമായിട്ട് തൊഴിലാളിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ കൈകാര്യത്തിന് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെല്ലാണ്, ഹെൽത്ത് എഫക്റ്റുകൾ എന്തെല്ലാണ്, അതിനു വേണ്ടിയുള്ള PP എന്തെല്ലാണ്, സുരക്ഷാ മെഷർമെന്റ് എന്താണ്, എല്ലാം പൂർണ്ണ വിവരം കൊടുത്തിരിക്കണം. ഏതെങ്കിലും രീതിയിൽ മറച്ചു വെക്കാൻ പാടില്ല. അത് എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മുടെ ഇന്ത്യയിലാണ് അറിയാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, all citizens have the right to know about the chemical complexity and safety and health hazard. അപ്പം ഇൻഡസ്ട്രിയിൽ പൂർണ്ണമായും തൊഴിലാളികളെ അറിയിച്ചിട്ട് മാത്രമേ കെമിക്കൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽ വർക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യിക്കാൻ പാടുള്ളൂ. വളരെ ഇതാണ്. ഒരു കാരണവശാലും തൊഴിലാളികളെ അറിയിക്കാതെ പ്രവൃത്തി ചെയ്യിക്കാൻ പാടില്ല. ഇനി നോക്കിക്കോളൂ, ഹസാർഡസ് കെമിക്കൽ എന്താണ്? ഹസാർഡസ് കെമിക്കൽസ് ആർ സബ്സ്റ്റൻസ് that can cause adverse health effects. ഓക്കെ, ഹസാർഡസ് കെമിക്കൽ എന്ന് എപ്പോഴാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കലിനെ ഹസാർഡസ് എന്നുള്ളതിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കെമിക്കല് അഡ്വേഴ്സ് വിപരീതമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ. ഏതെല്ലാണ് അതിൽ വരുന്നത്? ഒന്ന്, പോയ്സണിങ്. ഓക്കെ, പോയ്സണിങ് എന്താ? ശരീരത്തിൽ മാരകമായിട്ട് കൊല്ലാനുള്ള രീതിയിൽ ആക്കി തീർക്കുന്നതിനാണ് പോയ്സണിങ് എന്ന് പറയുന്നത്. ദെൻ ബ്രീത്തിങ് പ്രോബ്ലം, സഫോക്കേഷൻ. ദെൻ സ്കിൻ റഷസ് എന്ന് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ മുകളിൽ ചൊറിച്ചിലും കാര്യങ്ങളും. അലർജറ്റിക് റിയാക്ഷൻ. ഓക്കെ, അലർജി സൃഷ്ടിക്കുക. അലർജിക് സെൻസിറ്റൈസേഷൻ, ചൊറിച്ചിലെ കാര്യങ്ങൾ. ക്യാൻസർ ആൻഡ് അതർ ഹെൽത്ത് പ്രോബ്ലം ഫ്രം എക്സ്പോസർ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനനുസരിച്ച് ഓരോന്നിനും ഓരോ ഹസാർഡസ് പേരും കൊടുത്ത് അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഹസാർഡസ് കെമിക്കൽ ഇൻക്ലൂഡ്. എന്തെല്ലാണ് ഹസാർഡസ് കെമിക്കൽ? ഇൻക്ലൂഡ് പെയിന്റ്, ഡ്രഗ്സ്, കോസ്മെറ്റിക്സ്, ക്ലീനിങ് കെമിക്കൽസ്, ഡീഗ്രീസേഴ്സ്, ഡിറ്റർജൻസ്, ഗ്യാസ് സിലിണ്ടർ, റെഫ്രിജറന്റ് ഗ്യാസസ്, പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഡീസൽ ഫ്യൂവൽ, പെട്രോള്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, വെൽഡിംഗ് ഫ്യൂംസ്, ആസ്ബറ്റോസ്, ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, കൊറോസീവ്സ്, കെമിക്കലി റിയാക്റ്റീവ് ഓർ അക്യൂട്ട്ലി ഹൈലി ടോക്സിക് സബ്സ്റ്റൻസ്. ഇങ്ങനെ അപ്പം ഇതിന് ഓരോന്നനുസരിച്ച് എന്താണ് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അത് ഉണ്ടാക്കുന്ന പ്രശ്നം അനുസരിച്ചാണ് ഇത് ഹസാർഡസ് കെമിക്കലായിട്ട് തിരിച്ചത്. ഇതിന് എന്താണ് നമ്മൾ ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയും. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള സാധനമായി കഴിഞ്ഞാൽ ഇതിന് ഡേഞ്ചറസ് ഗുഡ്സ് കാറ്റഗറിയിലും വരുന്നു. അടുത്ത സ്ലൈഡിൽ
കോമൺ കെമിക്കൽ ഹസാർഡ്. എന്തെല്ലാണ് ഒരു കെമിക്കല് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ? ഓക്കെ, എന്താണ് ഹസാർഡ് എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ ടു കോസ് ഇഞ്ചുറി, ലോസ് ഓർ ഡാമേജ്, അല്ലെങ്കിൽ ഇൻട്രപ്ഷൻ ഓഫ് വർക്ക്, അല്ലെങ്കിൽ ഡിസീസസ്, ഇങ്ങനെയുള്ള സൃഷ്ടിക്കാൻ കഴിയുന്നതിനൊക്കെ ഹസാർഡ്. അപ്പോൾ കെമിക്കൽ ഹസാർഡ് എന്തെല്ലാണ് കോമൺ ആയിട്ട് വരുന്നത്? ഒന്ന്, ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ. ഭൗതികമായിട്ടുള്ള many hazardous chemicals are flammable and can quickly cause a serious fire or explosion. അതാണ് പല കെമിക്കലും എന്താണ്, ചില കെമിക്കലൊക്കെ എന്താണ്, പലതും എന്താണ്, ഓക്സിജന്റെ കോണ്ടാക്ട് വരുമ്പം തന്നെ സ്പോണ്ടേനിയസ് തീപിടിച്ച് പൊട്ടിത്തെറിക്കാനും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള കഴിയും. അടുത്തത് കെമിക്കൽ റിയാക്ഷൻ. മറ്റുള്ള വസ്തുക്കളുമായിട്ട് ചേർന്ന്, വെള്ളമായിട്ട്, ഓക്സിജനുമായിട്ട്, അല്ലെങ്കിൽ നൈട്രജനായിട്ട്, ഇങ്ങനെയുള്ള അനവധി വസ്തുക്കളുമായിട്ട് ചേർന്ന് റിയാക്ട് ചെയ്യാനുള്ള കഴിവ്. രാസപ്രവർത്തനത്തിൽ, കെമിക്കൽ റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പാടാനും അതിൻ്റെ പുതിയ വസ്തുക്കൾ അല്ലെങ്കിൽ ന്യൂ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് സൃഷ്ടിക്കാൻ കഴിവുള്ളതിനെയാണ് കെമിക്കൽ റിയാക്ഷൻ. Many chemicals react violently when they contact other substance and must be used and stored very carefully. ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലും പാക്കിങ്ങും കാര്യങ്ങളും ഇതിനൊക്കെ വളരെ ഉണ്ട്. അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ ഹാൻഡ്ലിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ വളരെ നിയമപരമായ കാര്യങ്ങളിൽ കൂടെ, പ്രൊസീജിയറിൽ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് എൻവിയോൺമെന്റൽ ഹസാർഡ്. ഇനി ഇത് ചെയ്യുന്ന പ്രകൃതിക്കുണ്ടാക്കുന്ന ദൂഷ്യങ്ങൾ എന്താണ്? എന്താണ് എൻവിയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എൻവിയോൺമെന്റ് എന്ന് വെച്ചാൽ പരിസ്ഥിതി. ഒരു മനുഷ്യൻ ജീവിക്കുന്ന ആ ചുറ്റുവട്ടത്തിന് പറയുന്ന പേരാണ് എൻവിയോൺമെന്റ്. ഈ എൻവിയോൺമെന്റ് നാശം പ്രധാനമായിട്ട് 3 കണ്ടീഷനിലാണ് വരുന്നത്. ഒന്ന് എന്താണ്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് സോയിൽ പൊല്യൂഷൻ. ഓക്കെ, many chemicals are hazardous to the environment. These can be in the form of gas, heat emission released into air, toxins, okay, seeping into landfill and waterways, or damage caused by fires, explosion and chemical reactions which spread outside the work site. ഓക്കെ, എൻവയോൺമെന്റ്. കാരണം എന്താണ്? കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എഫ്ലുവൻ്റ് അല്ലെങ്കിൽ മലിനജലം പുറത്തേക്ക് പോകുന്നു. അത് എവിടെ പോകുന്നു? നമ്മൾ പിന്നെ കടലിലോ അല്ലെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്ടറിലോ കൊണ്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തെ അത് നശിപ്പിക്കും. അതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മണ്ണിലേക്ക് കൊടുത്തുവിട്ടതാണ് എന്ത് ചെയ്യുന്നു? മണ്ണിൻ്റെ ഘടന നശിപ്പിച്ച് അവിടെ എന്താണ്, ഒരു സസ്യജീവജാലത്തിനും അതിലെ ഒരു മൈക്രോ ഓർഗാനിസത്തിനും പിന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ മണ്ണിനെ മാറ്റുക. പിന്നെ ഒരു രീതിയിലും കൃഷിക്ക് ഉപയോഗിക്കാനോ മറ്റോ പറ്റാത്ത രീതിയിലേക്ക് മാറുക. അതിനെയാണ് ഇത് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തന്നെയോ അതിൻ്റെ വാതകം അതിൽ നിന്ന് ഉപയോഗിക്കുന്ന കത്തിച്ചോ അല്ലെങ്കിൽ പ്രോസസ്സ് കൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ സ്മോക്ക് കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നു പിന്നെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ചേരുന്നു. അത് ജനങ്ങൾ ശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകും. ഇതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സിമ്പിളായിട്ട് എന്താണ്, പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൽ നിന്നുള്ള പുക ശ്വസിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. പെട്രോളിയം യൂസ് ചെയ്യുന്നുണ്ട്, പെട്രോളിയം ഇല്ലാതെ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ, പെട്രോളിയം എക്സോസ്റ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ 3 തരത്തിലാണ് ഇതിൻ്റെ സാധാരണ കെമിക്കൽ ഹസാർഡുകൾ പ്രസന്റ് ചെയ്യുന്നത്. ഒന്നെന്താണ്? ഫയർ എക്സ്പോഷൻ, രണ്ടാമത്തേത് കെമിക്കൽ റിയാക്ഷൻ, മൂന്നാമത്തേത് എൻവിയോൺമെന്റൽ ഹസാർഡ്. അല്ലെങ്കിൽ എന്താണ്, തീയും കാര്യങ്ങൾ കൂടെ നാശം പതിക്കുന്നു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, അതെന്നോ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇതാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഹസാർഡ്. അടുത്ത സ്ലൈഡ് നോക്കൂ.
കെമിക്കൽ മാനേജ്മെന്റ് പ്രൊസീജിയർ. അപ്പോൾ നേരത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തന്നു. കെമിക്കൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു, നാശനഷ്ടങ്ങൾ, കത്തിച്ച് നാശനഷ്ടങ്ങളുടെ എൻവയോൺമെന്റ്. ഇതിനെ എങ്ങനെ മാനേജ്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അതിനൊരു തത്വം തന്നെയുണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം. ആദ്യമായിട്ട് എന്താണ് അതിൻ്റെ ബേസിക് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഏതൊരു ഇൻഡസ്ട്രിയിൽ ചെന്നാൽ ഈ ബേസിക് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എന്താണ്, ഐഡൻറ്റിഫൈ, ക്ലിയർലി ഐഡൻറ്റിഫൈ ഈച്ച് കെമിക്കൽ, ഓക്കെ, കെമിക്കൽ യു യൂസ് ഇൻ യുവർ വർക്ക് പ്ലേസ്. എനിക്കുള്ള അത് പ്രത്യേകം, ദിസ് കെമിക്കൽ യു യൂസ്, ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കെമിക്കലിനെയും ക്ലിയർലി മനസ്സിലാക്കി അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായിട്ട്, ഏതെല്ലാം പ്രശ്നം തരുന്നു നേരത്തെ പറഞ്ഞ പോലെ, ഓക്കെ, അത് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഒരു കെമിക്കലും ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാതെ ഉപയോഗിക്കാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല. എങ്കിൽ അനുസരിച്ച് മാത്രമേ ഇങ്ങനെ വയ്ക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഹാൻഡ്ലിങ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആദ്യമാണ് ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ കെമിക്കൽ. ദെൻ അസസ് ചെയ്യുന്ന വെച്ചാൽ എന്താ, പിന്നെ അതിനെ ഒന്ന് വിലയിരുത്തണം. എന്ത്, റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ട് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താണ്. ഓക്കെ, conduct a risk assessment on each of the hazardous chemical. Okay, ഓരോ ഇൻഡസ്ട്രിയിലുള്ള നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഓരോ കെമിക്കലിനും വെവ്വേറെയായിട്ട് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടത്തെ പറ്റിയുള്ള മുൻകൂട്ടിയുള്ള ധാരണ എത്തിപ്പെടുക. ഓക്കെ, ഇത് ഇന്നൊക്കെ പ്രശ്നം സൃഷ്ടിക്കാം. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് അസസ്മെന്റ്. അതാണ് അസസ് എന്ന് പറയുന്നത്. ഓക്കെ, തിങ്ക് ഹൗ ദേ ആർ റിസീവ്ഡ്, ഡിസ്പെൻഡ്, ദെൻ യൂസ്ഡ് ആൻഡ് സ്റ്റോർഡ്. അത് മാർക്കറ്റിൽ നിന്ന് ഫാക്ടറിയിൽ എത്തുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഇറക്കുന്നതും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഭാഗത്തും അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്തെല്ലാം സംഭവിക്കാം എന്നുള്ള റിസ്ക് അസസ്മെന്റ് ചെയ്തിരിക്കണം. ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത് അതിൻ്റെ മെഷേഴ്സ് എടുക്കുക. എന്നിട്ടോ അടുത്താണ് അതിൻ്റെ മെഷേഴ്സ്, അതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. യൂസിങ് ദ ഹെറാർക്കി ഓഫ് കൺട്രോൾ. ഹെറാർക്കി ഓഫ് കൺട്രോൾ ഞാൻ മുന്നോട്ട് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ദ വർക്ക് പ്ലേസ് ടു എലിമിനേറ്റ് ആൻഡ് മിനിമൈസ് എക്സ്പോസർ ടു ദ ഹസാർഡ്. ഇനിയോ ഈ സാധനങ്ങൾ തൊഴിലാളികൾക്ക് എക്സ്പോസറായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണ്, നിയന്ത്രണം എങ്ങനെയാണ്. ഓക്കെ, അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, നേരത്തെ ഹസാർഡ് കൺട്രോളിൻ്റെ ഒരു ഹെറാർക്കി ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണ്, എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഈ 5 വേർഡ്സിൽ. അപ്പം ഈ ലെവലിൽ തന്നെ അതിനെ എങ്ങനെ, പിന്നെ എന്താണ്, ചില ഇതിൽ നിന്ന് കുറച്ചൊരു അഡ്വാൻസ്ഡ് ഇത് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽ പൂർണ്ണമായും ഇല്ല എന്നുള്ളത് ചിലപ്പം ഏതെങ്കിലും രീതിയിൽ എക്സ്പോസ് ആണെങ്കിൽ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന അളവെന്താണ്, TLV. അതിനെപ്പോഴും മെഷർമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുള്ളതൊക്കെ സംബന്ധിച്ച മോണിറ്ററിങ് സിസ്റ്റവും കാര്യങ്ങളും വരണം. ഇനി ഏതെങ്കിലും അപകടസ്ഥിതി പോകുന്നതാണ് അതിനെ എമർജൻസി കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ വേണം. അതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ, ഈ സുരക്ഷ അവസ്ഥയെ നിലനിർത്തുക, അതിനെയാണ് സസ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് ദ ഹെറാർക്കി ഓഫ് കൺട്രോൾ, sustain, have a system in place to review all your control measures as well as identify, assess and control of any new chemical that are introduced to the workplace. ഇനിയോ നേരത്തെ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്തു, അസസ് ചെയ്തു, മെഷർ ചെയ്തു, അതിനെ എന്ത് ചെയ്തു, കൺട്രോൾ അവിടെ ഏർപ്പെടുത്തി, അതിനെ എന്താണ് ഹെൽത്തി ആയിട്ട് നിലനിർത്തണം. ഇനിയോ ഏതെങ്കിലും പുതിയ പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയോ ചിലപ്പോൾ എന്താണ് ഒന്നും കിട്ടിയില്ല, അത് അവൈലബിലിറ്റി ഇല്ല, പുതിയൊരു കെമിക്കൽ ഉപയോഗിക്കുക, ഉടനെ തന്നെ വീണ്ടും ആ ഐഡന്റിഫിക്കേഷനും അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൺട്രോള് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ
ഇതിൽ നോക്കി താഴെ എഴുതിയിട്ടുണ്ട് സ്റ്റോറിങ് ഹസാർഡസ് കെമിക്കൽ സേഫ്ലി. എങ്ങനെയാണ് സേഫ്ലി? ഇങ്ങനെയുള്ള പല അപകടം ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഫ്ലെയിമബിൾ ക്യാബിനറ്റ് ഇരിക്കണം, ആസിഡ് സ്റ്റോറേജ് ടാങ്ക് ഉണ്ടായിരിക്കണം, കൊറോസീവ് ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം, ഡേഞ്ചറസ് ഗുഡ്സ് കണ്ടെയ്നേഴ്സിലാണ്, പെസ്റ്റിസൈഡ് സ്റ്റോർ ക്യാബിനറ്റ്, ഗ്യാസ് ബോട്ടിലുകൾ, പി ക്യാബിനറ്റ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ വേണ്ട രീതിയിൽ നിലനിർത്തി സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകും. അടുത്ത സ്ലൈഡ് നോക്കൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് കെമിക്കൽ. കെമിക്കലിന് എങ്ങനെയാണ് തരംതിരിവ് എന്താണ്? ഹസാർഡസ് സബ്സ്റ്റൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ ഒന്ന് ഹെൽത്ത് എഫക്ട്, അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ. നേരത്തെ പറഞ്ഞു തന്നു ഡർമാറ്റിക് ആണ്, അലർജറ്റിക് ആണ്, കാർസിനോജൻ ആണ്, ഓക്കെ, ഇങ്ങനെയുള്ള വേർതിരിവ്. അതിന്റെ അനുസരിച്ച് ഓരോന്നിനും ഓരോരുത്ത് അതിനൊക്കെ ഓരോ ഐഡന്റിഫിക്കേഷൻ പ്രത്യേകം ചിത്രങ്ങളും ലിജിബിൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉണ്ട്. രണ്ടാമത്തത് ഏതാണ്? ഡേഞ്ചറസ് ഗുഡ്സ്, അത് ഉണ്ടാക്കുന്ന ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള എഫക്റ്റ്. ഒന്നാണ് ഫിസിക്കൽ. രണ്ടാമത്തെ ഡേഞ്ചറസ് ഗുഡ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഒന്ന് എന്താണ്? ഫിസിക്കൽ എഫക്ട്, ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ. ഓക്കെ. രണ്ടാമത്തെ കെമിക്കൽ എഫക്ട്, കൊറീഷൻ ആൻഡ് പോയിസണിങ് എഫക്റ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ് ഓർ പീപ്പിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രവിപ്പിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത. ഇങ്ങനെയുള്ള ഇതിലാണ് ആദ്യം എന്താണ് ഹ്യൂമന്റെ ഹെൽത്ത് എഫക്റ്റിന്റെ, രണ്ടാമത്തത് ഭൗതികമായിട്ടുള്ള തീപിടുത്തങ്ങൾ, പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നത്, പിന്നെയോ അത് സൃഷ്ടിക്കുന്ന രാസമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് പ്രകൃതിയിലും ജനങ്ങൾക്കും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനും അല്ലെങ്കിൽ പ്ലാന്റ് നമ്മളെ കൃഷിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അനുസരിച്ച്. നോക്കിക്കോളൂ, ഏതൊരു കെമിക്കൽ എടുത്താലും അതിന്റെ ഹസാർഡിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അക്യൂട്ട് ആൻഡ് ക്രോണിക്. ഒന്നുള്ള അതിന് വേറെ രീതിയിലും പറയാം ഇമ്മീഡിയറ്റ് ഓർ ലോങ് ടേം ഹെൽത്ത് എഫക്റ്റ്. മുകളിൽ പറഞ്ഞ ഹെൽത്ത് എഫക്റ്റ് തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നത്. ഓക്കെ. അക്യൂട്ട് എന്ന് കഴിഞ്ഞാൽ തീവ്രമായ, പെട്ടെന്ന്. കാരണം എക്സ്പോസർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം സമയം എടുക്കാതെ തന്നെ അതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് എഫക്റ്റ് കാണിക്കാൻ തുടങ്ങും. അതിനെയാണ് അക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസ് കൂടിയ ഒരു അവസ്ഥയിലേക്ക്, ഓക്കെ, കുറഞ്ഞ സമയത്തുള്ള വളരെയധികം ഡോസ് പിന്നെ ഹ്യൂമൻ ബോഡി എക്സ്പോസർ ആവുന്നതിനെയാണ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ അക്യൂട്ട് എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഫലം തരുന്നത്. അതാണ് അക്യൂട്ട്. രണ്ടാമത്തത് ക്രോണിക്. ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. അത് കുറച്ച് സമയത്തിന് ശേഷമേ അറിയുള്ളൂ. പക്ഷെ സമയം എടുക്കുമ്പം ഇതുകൊണ്ടാണ്. കാരണം എന്താ? വർക്കൊക്കെ കഴിഞ്ഞ് പിന്നൊക്കെ കഴിഞ്ഞുണ്ട്. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു തൊഴിലാളി ചിലപ്പോൾ എന്താണ്, അവൻ ഫാക്ടറിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് പിന്നെ വീട്ടിലെത്തി ഏതാണ് നോർമൽ ഒരു റിട്ടയറിങ് അല്ലെങ്കിൽ എന്താണ് ശാശ്വതമായി ജീവിക്കുമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ അസുഖത്തിന്റെ പൊട്ടിപ്പുറപ്പെടേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കയറിയിട്ട് വർഷങ്ങളെടുത്ത് ശരീരത്തെ കാർന്ന് തിന്നുന്ന പ്രവണത, അതാണ് ക്രോണിക് അല്ലെങ്കിൽ ലോങ് ടേം ഹെൽത്ത് എഫക്റ്റ്. ഇങ്ങനെ ഹെൽത്ത് എഫക്റ്റിന് രണ്ട് എഫക്റ്റുകളുണ്ട്. ഉടനടി തന്നെ കാണിക്കുന്നത്, പിന്നെന്താ വളരെ സമയമെടുത്ത് കാണിക്കുന്നത്. അതാണ് അക്യൂട്ട് ആൻഡ് ക്രോണിക്. എക്സ്പോസർ കുഡ് റിസൾട്ട് ഇൻ ഇതേ തന്നെ പോയിസണിങ് ആവാം, ഇറിറ്റേഷൻ ആവാം, കെമിക്കൽ ബേൺ ആവാം, ക്യാൻസർ ആവാം, ബർത്ത് ഡിഫക്റ്റ് ആവാം, ഡിസീസ് ഓഫ് സർട്ടൺ ഓർഗാൻസ് സച്ച് ആസ് സ്കിന്ന്, ലങ്സ്, ലിവർ, കിഡ്നി, നെർവസ് സിസ്റ്റം. ഏതെങ്കിലും പ്രത്യേക ഒരു അവയവത്തെ ബാധിപ്പിച്ച് നശിപ്പിക്കുന്ന രീതിയിലാവാം. ഓക്കെ, കരളിനെയോ അല്ലെങ്കിൽ ലങ്സിനെ, ശ്വാസകോശത്തെ, അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനെ, കുടലിന്, ഇങ്ങനെ പല രീതിയിൽ ഇതിനെ ബാധിക്കും.
അടുത്ത സ്ലൈഡ് നോക്കൂ. നേരത്തെ പറഞ്ഞു ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ. ഏത് കെമിക്കൽ സബ്സ്റ്റൻസിന് ഹസാർഡ് നിലനിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഹസാർഡോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹസാർഡോ ഉണ്ടെങ്കിൽ വ്യക്തമായി അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ചില പിക്ടോഗ്രാം, ചിത്രങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ, സിമ്പിൾ ഉപയോഗിച്ച് ആ ഹസാർഡിനെ നമ്മൾ പ്രത്യേകം പ്രദർശിപ്പിക്കണം. ആ പ്രദർശിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് അവലംബിക്കുന്നത് ഉള്ള കളറുകളാണ് കാണിച്ചിരിക്കുന്നത്. ഹെൽത്ത് ഹസാർഡ്, അത് കഴിഞ്ഞ് ഫയർ ഹസാർഡ്, റിയാക്ടിവിറ്റി ആൻഡ് സ്പെസിഫിക് ഹസാർഡ്. ഓരോന്നിനും ഏതുണ്ട് നോക്കിക്കോളൂ, എല്ലാത്തിനും ഓരോന്നിനും നോക്കിക്കോളൂ. ഉദാഹരണത്തിന് ഹെൽത്ത് ഹസാർഡ് 2 എന്ന് വെച്ചാൽ എന്താണ്, ഏതാണ് ഹസാർഡ് ക്ലാസ്സിൽ വരികയാണ്. 0 ആണെങ്കിൽ അതെന്താവും, നോർമൽ മെറ്റീരിയൽ, സാധാരണ ഒരു വസ്തുവാണ്. 0 ആണെങ്കിൽ അതൊരു സാധാരണ വസ്തു. പിന്നെ എന്താ 1, 2, 3, 4 എന്ന് വരുമ്പോൾ എന്താ അതിൻ്റെ സ്ലൈറ്റ്ലി 1 വരുന്നത് സ്ലൈറ്റ്ലി ഹസാർഡസ്, 2 ഹസാർഡസ്, 3 എക്സ്ട്രീംലി ഡേഞ്ചർ, 4 ഡെഡ്ലി ആണ്, മരണകാരണമാകാവുന്നതാണ്. അപ്പോൾ ഈ സിമ്പൽ ഹെൽത്തിൽ 0 to 4 ഉപയോഗിച്ച സിമ്പലാണ്. അത് ഈ കളറിൽ ഇതിൽ അത് നമ്പറും കാണിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അതിനെ ലിജിബിളായിട്ടും, ലിജിബിൾ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല, അതാത് രാജ്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയും ഉപയോഗിക്കാം. രണ്ടാമത്തെ നോക്കിക്കോളൂ, ഇപ്പോഴത്തെ റെഡിൽ എന്താണ് ഫയർ ഹസാർഡ് ഇൻഡിക്കേറ്റർ കളറ്. എല്ലാ റെഡും നിങ്ങൾക്കറിയാം. ഓക്സൈഡ് റെഡ് കളറാണെങ്കിൽ ഫയറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. 0 ആണെങ്കിൽ എന്താ, വിൽ നോട്ട് ബേൺ, ഈ മെറ്റീരിയൽ കത്തില്ല. അതിൽ 0 ആണ്. അപ്പോൾ ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 4 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതവിടെ എത്താൻ പറയാം. 1 ആണെങ്കിലോ എബൌട്ട് 200 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഇത് തീപിടിക്കും. ഓക്കെ, ഫയർ ഹസാർഡാണ്. എബൌട്ട് 200 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഫയർ ഹസാർഡാണ്. രണ്ടാമത്തെ എന്താണ്, 100ൻ്റെയും 200ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ എന്താണ്, ഫയർ ഹസാർഡാണ്. താഴോട്ട് പോവുകയാണ്. അടുത്തത് ബിലോ 100 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഫയർ ഹസാർഡാണ്. നാലാമത്തെയാണ് ബിലോ 73 ഡിഗ്രിയിൽ വരുന്നത് ഏതാണ്, ഫയർ ഹസാർഡ്, തീപിടിക്കുക. അപ്പം ഏത് ടെമ്പറേച്ചർ അവസ്ഥയിലാണ് അത് ഇഗ്നൈറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഫ്ലെയിമബിൾ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് തീപിടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ കണ്ടീഷനാണ്. അടുത്തൊന്ന് നോക്കിക്കോളൂ, യെല്ലോ കളറിൽ റിയാക്ടിവിറ്റിയാണ് കാണുന്നത്. റിയാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, പ്രതിപ്രവർത്തിക്കുക, ഏതെങ്കിലും സാധനങ്ങളായിട്ട് പ്രതിപ്രവർത്തിക്കുക, റിയാക്ടിവിറ്റി. 0 എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, വെള്ളം തൊട്ടിട്ടോ ഓക്സിജനായിട്ടോ അങ്ങനെയുള്ളൊന്നും പ്രശ്നം ഉണ്ടാകില്ല. 1 എന്താണ്, അൺസ്റ്റേബിൾ ഈഫ് ഹീറ്റഡ്, ഇതിന് ചൂട് തട്ടുകയാണെങ്കിൽ ആളുടെ സ്വഭാവം മാറും. രണ്ടാമത് വയലന്റ് കെമിക്കൽ ചേഞ്ച്, ഇത് 2 എന്നുള്ള ചേഞ്ച് ആണ് കൊണ്ടിരിക്കുക. എന്താണ് ഇത്, പെട്ടെന്ന് വയലന്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് സൃഷ്ടിക്കും. ഓക്കെ, അത് പിന്നെ ഇവിടെ പറഞ്ഞില്ല, ബാക്കി എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് പറയണം. 3 ഓക്കെ, ഷോക്ക് ഓർ ഹീറ്റ് മേ ഡിറ്റണേറ്റ്, ഏതെങ്കിലും ഷോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ചെറുതയിലുള്ള വിറയൽ അല്ലെങ്കിൽ എന്താ ഹീറ്റ്, അതെന്താ ഒന്നാകെ പൊട്ടിത്തെറിപ്പിക്കും, അതാണ് ഡിറ്റണേറ്റ് ആവുക. പിന്നെയോ 4 മേ ഡിറ്റണേറ്റ്, കണ്ടീഷൻ ഒന്നുമല്ല, ഏത് സമയത്തും അത് പൊട്ടിത്തെറിക്കാനുള്ള വളരെ കരുതലോട് കൂടെ കൊണ്ടുനടക്കേണ്ട ഒരു സാധനം. ഇനി സ്പെസിഫിക് ഹസാർഡ്, വെള്ളയിൽ ആ വസ്തുവിന്റെ സ്പെഷ്യൽ സ്വഭാവം, ഇത് ആസിഡ് ആണ്, ആൽക്കലി ആണ്, കൊറോസീവ് ആണ്, ഇത് നമ്പറല്ല, റേഡിയോ ആക്റ്റീവ് ആണ്, യൂസ് നോ വാട്ടർ, വെള്ളമായിട്ട് തൊടിയിക്കരുത്, അത് കൃത്യമായിട്ട് എഴുതിയിട്ടാണ് കാണിക്കുക. ഇതാണ് ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ. ഈ രീതിയിലാണ് ഹസാർഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ചിത്രത്തിൽ ഇത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജിൽ, ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ ഇമേജിൽ വന്നു കഴിഞ്ഞാൽ അനവധി രീതിയുണ്ട്. ഇന്ത്യയിലുണ്ട്,
USA, യൂറോപ്യൻ. അടുത്ത സ്ലൈഡ് നോക്കൂ. പിക്ടോഗ്രാം ആൻഡ് ഹസാർഡ്. അടുത്തത് ഓരോ ഹസാർഡിനും പ്രത്യേകം ഹസാർഡസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാണിക്കുന്നതാണ്. നോക്കിക്കോളൂ, ആദ്യത്തേൽ നോക്കിക്കോളൂ, ഹെൽത്ത് ഹസാർഡ്. ഹെൽത്ത് ഹസാർഡിനെ കാണിക്കുന്നതാണ് ഒരു ചതുരത്തിന് ഒരാളെ ചിത്രം വെച്ചിട്ട് അതിൻ്റെ ഹൃദയത്തിൽ ഒരു ഫ്ലെയിം സ്പോട്ട് കാണിക്കുന്നതാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണ്, കാർസിനോജനാണ്, മുട്ടാജനാണ്, റീപ്രൊഡക്റ്റീവ് എന്താണെന്നുള്ളത് അതിൽ എഴുതി കാണിക്കണം. രണ്ടാമത്തത് ഫ്ലെയിം, തീപിടിക്കുന്ന വസ്തുക്കളാണെങ്കിൽ എന്ത് ചെയ്യണം, ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു ഹാഫ് സെമി സർക്കിളിൻ്റെ അകത്ത് ഫ്ലെയിമാണ് കാണിക്കുന്നത്. ഓക്കെ, എന്താണ് ഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ തീപിടിക്കുന്നത്, പൈറോഫോണിക് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്നത്, സെൽഫ് ഹീറ്റിങ്, ഇതുള്ള അതിൻ്റെ സ്വഭാവം അവിടെ എഴുതിയിരിക്കണം. പിന്നെ എക്സ്ക്ലമേഷൻ മാർക്കിലുള്ളത് ഓക്കെ, റിട്ടേൺ ടു സ്കിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാൻ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്യാസ് അണ്ടർ പ്രഷറിലുള്ളത്, സിലിണ്ടർ പ്രഷറൈസ്ഡ് സിലിണ്ടറിനെ കാണിക്കുന്ന ചിഹ്നമാണിത്. ഓക്കെ, പിന്നെയോ സ്കിന്നിന് കൊറീഷൻ സൃഷ്ടിക്കുന്നത്, കൊറോസിഷൻ. ദെൻ എക്സ്പ്ലോഡിങ് ബോംബ്, പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ. ഓക്കെ, അടുത്തത് ഓക്സിഡൈസർ എന്ന് കാണിക്കുന്നു. ദെൻ അക്യൂട്ട് ടോക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും കാര്യങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നത്, എൻവയോൺമെന്റിനൊക്കെ നാശം വയ്ക്കുന്ന രീതിയിലുള്ളത്. അതേപോലെ തന്നെ ഡെഡ്ലി, മരണ കാരണം. അതാണ് ഇത് നിങ്ങൾക്ക് എവിടെ കാണുന്നുണ്ട്, ഒരു തലയോട്ടീൻ്റെ അടിയിൽ നമ്മൾ രണ്ട് ലോവർ ലിമ്പിൻ്റെ കൈയിൻ്റെ പിന്നെ ആമിൻ്റെ എല്ലുകൾ കാണിച്ച് വെച്ചിട്ടുള്ളത്. അക്യൂട്ട് ടോക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണ കാരണം ആകാവുന്നത്. അടുത്ത് ഹസാർഡസ് കെമിക്കൽ, ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ. ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിഹ്നങ്ങൾ കാണാം. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പെട്രോള്, ഡീസൽ ഇതെല്ലാം അങ്ങനെയുള്ള വണ്ടിയെല്ലാം കൊണ്ടുപോകും. അതിൻ്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഹസം കോഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്താണ്, ഈ കണ്ടെയ്നർ എന്താണ് ക്യാരി ചെയ്യുന്നത്, അതിൻ്റെ വസ്തുവിൻ്റെ സ്വഭാവം എന്താണ്, പിന്നെ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിരിക്കും. അതിനെങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്യണം, ഏത് രീതിയിൽ കണ്ടെയ്ൻ ചെയ്യണം, ഫയർ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രൊട്ടക്ഷൻ വേണം, പിന്നെ ആരെയാണ് നിങ്ങൾ ഉടനെ തന്നെ ഇൻഫോം ചെയ്യേണ്ടത് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ. അതാണ് ഹസാർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഈ നോക്കിക്കോളൂ, എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയുള്ള യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള പല ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും അതാത് രാജ്യത്തിൻ്റെ ചില രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അടുത്ത സ്ലൈഡ് നോക്കൂ, നോ സ്മോക്കിംഗ്. ഇത് പ്രത്യേകം എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കെമിക്കലായിട്ടുള്ള പെട്രോകെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പെട്രോളിയം ഓയിൽ, ഗ്യാസുകൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇൻഡസ്ട്രിയൽ, ഞാൻ പറഞ്ഞ നേരത്തെ മുന്നേ പഠിപ്പിച്ചതിന് ഏതാണ് സോൺസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, സോൺ 0, സോൺ 1 അതൊക്കെ. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതിലൊക്കെ പ്രൊഡക്റ്റീവ് ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ നോ സ്മോക്കിംഗ് ഏരിയ ആണ്. ഓക്കെ, all petrochemical plants shall be considered as no smoking area and any violation is criminal and administrative offense. Okay, ഇനിയോ ഈ വയലേഷൻ ഒരിക്കലും തെറ്റിക്കാൻ പാടുള്ളതല്ല. ഇനിയോ ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നതാണെങ്കിൽ എന്താണ്, രണ്ടിതാണ്, ക്രിമിനലും ആണ് സിവിലും ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, ക്രിമിനൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫൻസ് ആർ പണിഷബിൾ. ഇതിന് എന്താണ്, നിയമപരമായിട്ട് ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. ഇവിടെയാണ് ഒരു ചോദ്യം, പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, സേഫ്റ്റി ഈസ് നോട്ട് എ പുനിറ്റീവ് പ്രൊസീജിയർ. അവൻ ഒരു തൊഴിലാളി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ പണിഷ് ചെയ്യാനുള്ള അധികാരം നിയമത്തിലില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ആയിരിക്കും. അവരെ തെറ്റില്ലാതെ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. പക്ഷേ ചില കേസിൽ സം മാൻഡേറ്ററി സേഫ്റ്റി റിക്വയർമെന്റ് മേക്ക് ഇറ്റ് പുനിറ്റീവ്. പക്ഷേ ചിലത് സുരക്ഷയുടെ കാഠിന്യത്തിൻ്റെ അളവനുസരിച്ച് ചില കാര്യങ്ങൾ പണിഷബിളാണ്.
ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? അതെന്തിനു വേണ്ടിയിട്ടാ? തൊഴിലാളിയുടെ വൈരാഗ്യമോ മറ്റോ കൊണ്ടല്ല. എന്തിന്? പ്ലാന്റിന്റെ അകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സേഫ്റ്റി ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ടാണ്. ഒരു പേടി ഉണ്ടാക്കുക. അവരുടെ പേടിയുണ്ടെങ്കിൽ, കാരണം പണിഷ്മെന്റ് എന്നുള്ള ഒരു പേടിയാണ്. പണിഷ്മെന്റ് എന്തിനാ ചെയ്യുന്നത്? ഒന്ന്, അവനെ കറക്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ എന്താണ്? മറ്റുള്ളവരിൽ ഫിയർ ജനറേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താണ് ഒരു എക്സാമ്പിൾ, കാരണം ഇവൻ തെറ്റ് ചെയ്തു, കാരണം ചിലപ്പോൾ അവൻ അതുവരെ അറിയുണ്ടാവില്ല. അപ്പോൾ ഇത് കാണുന്നോടാകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാനും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തെറ്റും. അപ്പോൾ അവിടെ ഒരു നോളജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു കറക്റ്റീവ് മെഷർമെന്റ് കൂടിയാണ്. അങ്ങനെ പല വിധം, അല്ലാണ്ട് വെറുതെ ഒരു വൈരാഗ്യം കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് പല എന്താണ് ഇതും പണിഷ് ചെയ്തേ വിടാവും, പണിഷ് ചെയ്യാതെ വിടാൻ പാടില്ല. കാരണം എന്താണ്? പണിഷ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നാളെ എനിക്ക് ചെയ്താലും ഇങ്ങനെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? റൂളിന് വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണിക്കും. അപ്പോൾ എന്താണ്? ഇൻഡിസിപ്ലിൻ ആവും. അതില്ലാതെ ഡിസിപ്ലിനായിട്ട് തൊഴിലാളികൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം. അടുത്ത സ്ലൈഡ് നമുക്ക് SDS, സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് നോക്കിക്കോളൂ. പണ്ടൊക്കെ MSDS എന്ന് പറഞ്ഞാൽ ഇപ്പം മുഴുവൻ വരുന്നത് SDS ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലത്തെ സ്റ്റാൻഡേർഡാണ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ SDS എന്ന് പറയുമ്പോൾ മറ്റേ MSDS എന്ന് പറഞ്ഞാൽ അപ്പം തീരെ ഇല്ല എന്നുള്ളത് വേണ്ട, പുതിയ മാറിയെന്നുമുള്ള ഒരു കണ്ടീഷൻ വേണ്ട. പലയിടത്തും MSDS വരും, അല്ലെങ്കിൽ ഇത്. പിന്നെ ചിലയിടത്ത് PSD എന്നും കാണാം, പ്രൊഡക്റ്റ് സേഫ്റ്റി ഡാറ്റ എന്ന് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ച സാധനത്തിൻ്റെ ഡാറ്റ. അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും സെയിം, എല്ലാം സെയിം തന്നെയാണ്. സേഫ്റ്റി ഡാറ്റ ഷീറ്റ് SDS M ഓഫ് മെറ്റീരിയൽ ആണ്. M ഞാൻ ചേർത്ത്, M വേണ്ടാന്ന് വെച്ചോളൂ നിങ്ങൾ, SDS മാത്രം വെച്ചാൽ മതി. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഓർ PSDS, പ്രൊഡക്റ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, ആർ documents that list information relating to occupational safety and health for the use of various substance and products. ഇങ്ങനെയുള്ള അപകടങ്ങൾ നിലനിൽക്കുന്ന വസ്തുക്കൾ, അതിപ്പോൾ മരുന്നായാലും എന്തായാലും ശരി, ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ മാനുഫാക്ചറർ ഈ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ മെറ്റീരിയലിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ, അതിൻ്റെ ഹെൽത്ത് പ്രോബ്ലം, ഫിസിക്കൽ പ്രോബ്ലംസ്, അതിൻ്റെ എന്താണ് യൂസിൻ്റെ അലർജിക് കണ്ടീഷൻസ്, ഇത് എല്ലാം അതിൽ പറയും. അതിൻ്റെ എന്താണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള വിവരം അടക്കം ഇതിൽ കൊടുക്കും. SDS are widely used system for cataloging information on chemical compound and chemical mixture. ഇത് നിർബന്ധമായിട്ടും കെമിക്കലിനും കെമിക്കൽ മിക്സ്ചറിനും അല്ലെങ്കിൽ അതിൻ്റെ സമ്മിശ്രത്തിനും അതേപോലെ തന്നെ കെമിക്കൽ കോമ്പൗണ്ടിനും ഉണ്ടായിരിക്കണം. കോമ്പൗണ്ടും ഇതൊക്കെ പഠിച്ചൊന്ന് റിവൈസ് ചെയ്യുക. SDS information may include instruction for safe use and potential hazards associated with a particular material or product. അതിൻ്റെ കൂടെ തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കണം എന്ന രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുളിക ഇതൊക്കെ ഒരു ഡോക്ടർ വെച്ച് തരികയാണെങ്കിൽ എന്താണ്, 200 mg 3 നേരം കഴിക്കുക, അല്ലെങ്കിൽ 500 mg ആണെങ്കിൽ ഒരു ദിവസമേ കഴിക്കാൻ പാടുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നേരം 3 ദിവസമായിട്ട് ഇക്കുറി രണ്ടാക്കിയത് എന്താണെന്നുള്ളതല്ല, കാരണം ആ ഡോസേജിൻ്റെ ഇതാണ്. അതൊക്കെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അലോങ് വിത്ത് സ്പിൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. പിന്നെ പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ അത് ഇതായി പോവുക, സ്പില്ലാവുക, താഴെ വീണ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പിന്നെ ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യണം എന്തെല്ലാം. ദ ഓൾഡർ MSDS ഫോർമാറ്റ് കുഡ് വാരി ഫ്രം source to source with a country depending on national requirements. അപ്പോൾ നോക്കിക്കോളൂ, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു MSDS ഓൾഡ് ആണ്. അപ്പം പുതിയ വന്ന SDS MSDS ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് എന്താണ്, ഇന്നിപ്പോൾ ടെക്നോളജി കൂടി, ഓക്കെ, ആൾക്കാർക്ക് അതിൻ്റെ മനസ്സിലാക്കാനും വായിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ രീതിയിലനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത്. ഹൗവർ ദ ന്യൂ SDS ഫോർമാറ്റ് ഈസ് ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇന്ന് വന്ന പുതിയ SDS ഫോർമാറ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. അപ്പോൾ MSDS പഴയ കമ്പനിക്കാരും പഴയ ഉപയോഗിക്കുന്നതിലും പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാവും. പുതിയ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും, കാരണം ആ സ്റ്റാൻഡിലേക്ക് മാറണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ കൊണ്ട്. അടുത്ത സ്ലൈഡിൽ നമുക്ക് ഒരു MSDSന്റെ എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തു തന്നത്. ഇത് MSDS ആണ്, SDS അല്ല.
പഴയ ഫോർമാറ്റിലുള്ളതാണ്. പുതിയ ഫോർമാറ്റിലാണ് SGS എന്നാണ് വരിക. അതിൻ്റെ ഒരു അന്നത്തെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോർമാറ്റുകളാണ് ഏതാണ് പ്രൊഡക്റ്റ് എന്താണ്, അത് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എഴുതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഹസാർഡസ് കണ്ടീഷൻ എന്താണ്, പിന്നെ അതിൻ്റെ താഴെ കണ്ടോ സർക്ക്, പിന്നെ ഇതിൽ എന്ത് ഹെൽത്ത് എഫക്റ്റ് ആ ഡയഗ്രാമിൽ ഇതിൽ കൊടുത്തിരിക്കുക ഹെൽത്ത് എഫക്റ്റ് എന്താണെന്ന്. പക്ഷേ ഇത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ സ്ലൈഡ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പിന്നെ MSDSൻ്റെ ഫോർമാറ്റ് എടുത്ത് ഇമേജിൽ പോയിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വായിച്ചാൽ മതി. അത് സാധാരണ രീതിയിൽ നിങ്ങൾ മരുന്നും കാര്യങ്ങളൊക്കെ വരുന്നതിന് ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ. ഓക്കെ, പിന്നെ എന്താ ഉദാഹരണത്തിന് പെസ്റ്റിസൈഡ്സ് എന്താണ് ഇതിന് കീടാണുനാശിയായിട്ട് ഉപയോഗിക്കുന്ന അതിലൊക്കെ ഉള്ളത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫോർമാറ്റിലാണ് വരുന്നത്. ഇതാണ്. അപ്പോൾ എന്താണ് കെമിക്കൽ സേഫ്റ്റിയും പെട്രോളിയം സേഫ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ഉണ്ട്. കാരണം പെട്രോളിയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാട്ടും ഗുരുതരമായി കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ് ഇത് കെമിക്കലുള്ള. രണ്ടും രണ്ടാണ്. ഒന്നുണ്ട് കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാര്യം എന്ന് വെച്ചാൽ ആ മെറ്റീരിയലിനെ പറ്റിയുള്ള നോളജ് ആർജിക്കാനുള്ള പിന്നെ എന്താണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വ്യക്തിക്ക് മാത്രമേ ഇതുള്ളൂ കെമിക്കൽ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള നോളജും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. അതാണ് ഇന്നത്തെ ആദ്യത്തെ ലെസൺ കൊണ്ട്. പിന്നെ ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഓരോന്ന് ഈ ബുക്ക് പിന്നെ ഇത് പിന്നെ 2 ദിവസം കൊണ്ട് തീരും. പിന്നെ ലാസ്റ്റ് പിന്നെ റിസ്ക് മാനേജ്മെൻ്റ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ടായിട്ടാണ്. ആദ്യം എന്താണ് പെട്രോളിയത്തിൽ എന്തെല്ലാം വരുന്നത്, പെട്രോളിയം ലിക്വിഡായിട്ട് വരുന്നുണ്ട്, ഗ്യാസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് പോലെ കെമിക്കലും ഉണ്ട്. പക്ഷെ അത് വരുമ്പോൾ എന്താണ് അത് അങ്ങനെയുള്ളതാണ് പെട്രോ കെമിക്കൽ എന്ന് പറയുന്നത്. അപ്പം പെട്രോളിയമായിട്ടും കെമിക്കലായിട്ടും പെട്രോ കെമിക്കലായിട്ടുള്ളത് അപ്പം വെവ്വേറെ ആയിട്ട് അതിൻ്റെ സേഫ്റ്റി. അപ്പോൾ ആ മെറ്റീരിയൽ സേഫ്റ്റി അതിൻ്റെ ഹസാർഡ് അനുസരിച്ച് സേഫ്റ്റി കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ മാറും. അതിനേപോലെ തന്നെ ഓരോ മെറ്റീരിയലിൻ്റെയും അളവ് അതെന്താണ് ഇത്ര അളവിൽ ശരീരത്തിൽ ppm എന്ന് പറയും, പാർട്സ് പെർ മില്യൺ. അതാണ് അത് ഇത്ര പിന്നെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കാൻ 8 അവർ വർഷങ്ങളിൽ ഇത്ര കൂടാൻ പാടില്ല. ppm റേറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ കണ്ടീഷൻസ്. അതേപോലെ തന്നെ ഗ്യാസിലാണെങ്കിൽ എന്താണ് LEL ലെവല് 10% അബവ് പോകാൻ പാടില്ല. അപ്പം ഇങ്ങനെ എന്തുണ്ട് അനവധി കണ്ടീഷൻ. നിങ്ങളുടെ ബുക്കിലെ ഗോൾസിയറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോർട്ട് ഇത് കാണാം. അതൊന്ന് വായിച്ച് പഠിക്കണം. ഓക്കെ, കൂടുതൽ